ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ബൃഹത്തായ ചരിത്രം ഹ്രസ്വമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രയോഗങ്ങളും സദയം ക്ഷമിക്കുമല്ലോ. ആ ധീരൻ വഴങ്ങി, അതാണ് ഈ കഥയുടെ പേര്. ആരാണത്? നട്ടുച്ച നേരത്ത് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ തീപ്പൊരി പറത്തുന്ന കുതിരപ്പുറത്ത് ആരാണ് ആ പറന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? ആരടായെന്നോതിയാൽ മറുമൊഴി ലഭിക്കാതുള്ള അടൽ കുടുംബപ്പെടും പടവാളെടുത്തുമർ മലമ്പുലിയല്ലേ ആരടായെന്നോതിയാൽ മറുമൊഴി ലഭിക്കാതുള്ള അടൽ കൊടുമപ്പെടും പടവാളെടുത്തുമർ മലമ്പുലിയല്ലേ. ഓഹോ, അത് മറ്റാരുമല്ല, സാക്ഷാൽ ഖത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. ഘോര പടക്കളത്തേക്കെന്ന പോലെ ഗഡ്ഗവും ഊരിപ്പിടിച്ച് പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറേ ഈ കുതിച്ചോട്ടം? നഈം ഇബ്നു അബ്ദുള്ള ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ചൊരു ചോദ്യം. എടാ നഈം, എന്നെ വിടൂ, ഞാൻ ആ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാം. കുലദൈവങ്ങളെ പഴിച്ച, ഖുറൈശികളെ ചേരിതിരിച്ച ആ പ്രവാചകവാദിയെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല. വിടൂ, ഞാനിതാ. നിൽക്കൂ ഉമറേ, രണ്ട് വാക്കുകൾ പറയാനും. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ. അമിതാനന്ദം നിർത്തുമറേ, അഖിലം ഓർത്തു മടങ്ങുമറേ. നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബമതിന്നെവിടെ? എന്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടേക്കാവട്ടെ ഇനി ഈ യാത്ര. രണ്ടിനെയും അടിച്ചു ചതക്കണം. ഈർഷ്യത കൊണ്ട് അടിമുടി കുലുങ്ങുന്ന ഉമർ അതാ പെങ്ങൾ ഫാത്തിമാന്റെ വാതിൽ പടിക്കലെത്തി. തുറക്കടി വാതിൽ, തുറക്കാനാ പറഞ്ഞത്. അതാ ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഖബ്ബാബുൽ അറത്ത് എന്ന സ്വഹാബി മറുഭാഗത്തേക്ക് ഓടിയൊളിച്ചു. വിറയാർന്ന കൈകളാൽ ഫാത്തിമ ഖുർആനിന്റെ ഖുറാസ് മറച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറന്നു. ഇടിമുഴക്കം കണക്കെ ഉമർ ചോദിക്കുകയാണ്, എന്താണടി ഞാൻ കേട്ട ആ അജ്ഞാത മുഴക്കം? എന്താണിത്? ഒന്നുമല്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടും ആ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന്. ഉമർ തന്റെ അളിയൻ സഈദിന്റെ മാറത്ത് പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ ഓടിയാതാ പെങ്ങൾ അടുക്കലായേ, അടിയും കൂതങ്ങ് കയർക്കയായേ. ഉടനെ പ്രഹാരമെന്നവൾക്കെത്തിയേ, ഉമറിൽ അവൾ കാര്യം വീരുത്തലായേ. ചോദി അവൾ ഹക്ക് ഇതാണെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്ത് ഹാലോ? വദനം ചൂടു ചോര നിറഞ്ഞ ഹാലേ, വമ്പ് തകർന്നു മർത്തളർന്നതാലേ.
ഓടി അതാ പെങ്ങൾ അടുക്കലായേ, അടിയും കൂത്തങ്ങ് കയർക്കയായേ. ഭർത്താവിനിട്ട് വീക്കുന്നത് കണ്ട് ഫാത്തിമ ഓടിച്ചെന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. അതാ പെങ്ങളുടെ പൂവൽ വദനത്തിൽ ഉമറിന്റെ പ്രഹരം. പുന്നാര പെങ്ങളുടെ ചുടുചോരയിൽ കുതിർന്നു കൊണ്ടതാ പറയുകയാണ്, അതെ ഉമർ, ഞങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ്. ഈ മതമാണ് സത്യമെങ്കിൽ നീ എന്ത് ചെയ്യും? ചോരയിൽ കുതിർന്ന ആ പെങ്ങളെ കണ്ട് ഉമർ അല്പനേരം തളർന്നുപോയി. ആ ഏടൊന്ന് താ ഫാത്തിമ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ. ഉമറെ, നിനക്ക് ശുദ്ധിയില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധി പ്രാപിച്ചു വന്ന ഉമർ ത്വാഹ മാ അൻസൽനാ എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ അപ്പോൾ ഉമറിന്റെ 2 നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. എവിടെയാണ് ഫാത്തിമ? അള്ളാഹുവിന്റെ റസൂൽ, എനിക്കൊന്ന് കാണണം. അങ്ങനെ ആ മഹാ മജ്ലിസിലേക്കതാ ഉമർ ഓടിക്കിതച്ചെത്തിയപ്പോൾ വീട്ടിൽ തിരു റസൂലോരും സ്വഹാബത്തുമേരിക്കുമ്പോൾ ഉമറടുത്തേ, സൊഫിയൂരി അമ്മൂരത്തെ വാരട്ടവൻ ഗുണമല്ലേ, അവനുടെ വാളാൽ നമ്മൾ വാദിക്കും തന്നെ, അവനുടെ വാളാൽ നമ്മൾ വാദിക്കും തന്നെ. സഫാവത്തമാനം തന്നിൽ പ്രകാശവും നിറവായി, സ്വരം കേട്ട് ജനമെല്ലാം സൂറൂറിൽ പാർത്തേ, സുഹൃത്തങ്ങൾക്ക് നീ മുതൽ സുഹൃത്തായെന്നൂരാ ചെയ്ത്, സുബ്ഹാന്റെ വിളി കേട്ട് മനം തുടിച്ചേ, സുബ്ഹാന്റെ വിളി കേട്ട് മനം തുടിച്ചേ. അതാ സൊഫമാലയുടെ ചാരത്തുള്ള ആ വീട്ടിലതാ അള്ളാഹുവിന്റെ റസൂൽ. മഹാനരായ സിദ്ദീഖുൽ അക്ബറും ഹംസത്തുൽ ഖറാറും അലിയും അടങ്ങുന്ന ഏതാനും സ്വഹാബാക്കളും കൂടെയുണ്ട്. തന്റെ ഘടുകവും പിടിച്ച് ഓടിച്ചെല്ലുന്ന ഉമറിനെ വാതിലിന്റെ വിടവിലൂടെ കണ്ട സ്വഹാബാക്കൾ നബി തങ്ങളെ വിവരമറിയിച്ചു. അപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ കയറി വരട്ടെ, നല്ലതിനാണെങ്കിൽ അവന് നല്ലത്, അല്ല എങ്കിൽ അവന്റെ വാൾ കൊണ്ട് തന്നെ അവന്റെ കഥ കഴിക്കും ഞാൻ. തീർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, തുറന്നു കൊടുക്കൂ വാതിൽ. അപ്പോൾ 1000 കുറ്റബോധത്തോടെ വിങ്ങി വിതുമ്പുന്ന ചുണ്ടകളോടെ ഉമറദാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അങ്ങനെ ആ ധീരനും വഴങ്ങി. ഞങ്ങളുടെ ഈ കഥാപ്രസംഗം ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.